പശ്ചിമ ബംഗാളിലെ ഒരു ജില്ലയാണ് ഡാർജിലിംഗ്. ആസ്ഥാനവും ഡാർജിലിംഗ് തന്നെയാണ്. ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള ഈ നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ സിക്കിമും 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നേപ്പാളിലും എത്തിച്ചേരുവാൻ സാധിക്കും. 3149 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജില്ലയിൽ 16,50,900 ജനങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്ന് 2001 സെൻസസ് പറയുന്നുണ്ട്. ടിബറ്റൻ ഭാഷയിലുള്ള ഡോർജെലിംഗ് എന്ന പദത്തിൽ നിന്നാണ് ഡാർജിലിംഗ് ഉണ്ടായത്. ഡോർജെലിംഗ് നഗരം രൂപം കൊള്ളുന്നതിന് മുൻപ് ഇവിടുത്തെ കുന്നിൻ മുകളിലുള്ള ഒരു ബുദ്ധവികാരമായിരുന്നു ഡോർജെലിംഗ്. ഡോർജയുടെ ആസ്ഥാനം എന്നാണ് അർത്ഥം. ലാമായുസത്തിൽ ആധ്യാത്മിക ഇടിമുഴക്കമാണ് ഡോർജെ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2248 മീറ്റർ ഉയരത്തിലാണ് ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരത്തിൽ ടിബറ്റൻ സ്വാധീനം വളരെയേറെ പ്രകടമാണ്. സിക്കിം ഹിമാലയൻ മലനിരകളുടെ നെറുകയിലാണ് ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുമൂടിയ എവറസ്റ്റ്, കാഞ്ചൻജംഗ കൊടുമുടികൾ കാഴ്ചക്കാർക്ക് മനോഹരമായ കാഴ്ചകളാണ് ഡാർജിലിംഗ് നഗരത്തിൽ നിന്ന് നൽകുന്നത്. മനം കവരുന്ന ദൃശ്യഭംഗിയും പ്രത്യേക സ്ഥാനവും കാരണം ഗിരിസങ്കേതങ്ങളുടെ റാണി എന്നാണ് ഡാർജിലിംഗ് അറിയപ്പെടുന്നത്. നഗരത്തിൻ്റെ പ്രധാന 3 ഭാഗങ്ങളും പടിക്കെട്ടുകളും ഇടുങ്ങിയ നിരത്തുകളും കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രധാനമായും ഡാർജിലിംഗ് നഗരത്തിന് ഈ 3 ഭാഗങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ സഞ്ചരിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതല്ല. ഉയരം കൂടിയ സ്ഥലങ്ങളിൽ മുന്തിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ക്ലബ്ബുകളും കടകളും കാണുവാൻ സാധിക്കും. മലഞ്ചെരിവുകളിലും താഴ്വാരങ്ങളിലുമായി ലെപ്ചാസ്, തിബത്തുകാർ, ഭൂട്ടിയാസ്, നേപ്പാളികൾ, പഹാഡികൾ എന്നിവരുടെയും വിവിധ ഗിരിവർഗ്ഗക്കാരുടെയും വ്യാപാര സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മംഗോളിയൻ ആളുകളുടെയും കടകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് മംഗോളിയൻ ന്യൂനപക്ഷവും ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ഭൂരിഭാഗവും ഹിന്ദുമത വിശ്വാസികളാണ്. അതുകൂടാതെ മുസ്ലിങ്ങളും സിഖ്, ബുദ്ധ, ജൈന മതക്കാരും ഇവിടങ്ങളിലുണ്ട്. ബംഗാളിയും ഹിന്ദിയുമാണ് പ്രധാന ഭാഷകൾ. തേയില പ്രധാന വരുമാന മാർഗമാണെങ്കിലും ഏലവും കൊയിന മരങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീസ്ന, മേച്ചി, ബലാസർ, മഹാനദി, ഗ്രേറ്റ് രഞ്ജിത്ത് എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ചെസ്റ്റ്നാട്, മേപ്പിൾ, ആൻഡർ, പൈറസ്, ഹിമാലയൻ ഫീർ, സിക്കിം പ്രൂഫ്, ലാർച്ച് എന്നിവ സമർത്ഥമായി വളരുന്ന ഒരു നാടാണിത്. കാട്ടുപൂച്ച, പുലി, കുറുക്കൻ, കരടി, ഓട്ടർ, വിവിധതരം അണ്ണാന്മാർ എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതൊരു ഹിൽ സ്റ്റേഷനായി വികസിച്ചു വന്നു. ഇവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള കാഞ്ചൻജംഗ നഗരത്തിൽ നിന്ന് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. 500 കിലോമീറ്ററാണ് കൽക്കത്തയിൽ നിന്നുള്ള ദൂരം. പ്രധാന ആകർഷണം വളഞ്ഞു പുളഞ്ഞ വീതി കുറഞ്ഞ വഴികളും വശങ്ങളിലായി റെയിൽവേ പാളവും കൂകിപ്പാഞ്ഞു വരുന്ന കുഞ്ഞൻ ട്രെയിനുകളുമാണ്. 84 കിലോമീറ്റർ അകലിൽ നിന്നുള്ള സിലിഗുഡിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര വളരെയേറെ ആയാസകരവും എന്നാൽ നയനമനോഹരമാണ്. അതായത് വീതി കുറഞ്ഞ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികളും സൈഡിലെ വശങ്ങളിലും കുറുകയുമായി ഉള്ള റെയിൽവേ പാളങ്ങളുമാണ് പ്രത്യേകത. 10 ബ്ലോക്കുകളും 710 വില്ലേജുകളും 15 പോലീസ് സ്റ്റേഷനുകളുമാണ് ഡാർജിലിംഗിലുള്ളത്. ഗാർഡൻ, മ്യൂസിയം, ബുദ്ധവിഹാരങ്ങൾ, കുതിരപ്പന്തയ വേദികൾ എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബംഗാളിൻ്റെ വേനൽക്കാല വസതി ഡാർജിലിംഗിൽ ആയിരുന്നു. 1865 ഇവിടെയുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രവർത്തനം ആരംഭിച്ചത്. കൊൽക്കത്ത സർവകലാശാലയ്ക്ക് കീഴിലുള്ള നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജ്, നോർത്ത് ബംഗാൾ ഡെൻ്റൽ കോളേജ്, സെനാഡ ഡിഗ്രി കോളേജ്, സിലിഗുഡി കോളേജ് എന്നിവ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കർസിയാങ്, കാലിംപോങ്, തിന്താര, അപ്പർ റെങ്ടോങ്, ദുർഗ ടീ എസ്റ്റേറ്റ്, ശിവക്കോള എന്നിവിടങ്ങളിലേക്ക് ഡാർജിലിംഗിൽ നിന്ന് നമുക്ക് പോകുവാൻ സാധിക്കും. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ടൂറിസ്റ്റുകൾ എപ്പോഴും വന്നു പോകുന്നതും നയനമനോഹരവും താമസയോഗ്യവുമായ പ്രദേശങ്ങളാണ്. വർഷത്തിൽ മിക്കവാറും തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് എന്നും ആനന്ദകരവും അവർക്ക് എത്തിച്ചേരാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതുമായ ഒരു പ്രദേശമാണ് ഡാർജിലിംഗ്. സിലിഗുഡിയിലാണ് അടുത്ത എയർപോർട്ട് ഉള്ളത്. എന്നാൽ ഹെലിപാഡുകൾ ഡാർജിലിംഗിൽ ഉണ്ട് എങ്കിലും അത്ര പ്രാബല്യത്തിലല്ല.